കൃഷ്ണ ക്രിയേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പ് പറയാൻ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഈ മാസം 3200 തന്നെ ക്രിസ്മസിന് വരും എന്ന കാര്യം 100% ഉറപ്പായിരിക്കുകയാണ്. മാർച്ച് മാസം വരെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കടം എടുക്കാനുള്ള പരിമിതി നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസം 800 കോടി കടമെടുക്കുവാണ് സംസ്ഥാന സർക്കാർ. നമ്മുടെ സർക്കാരിന് തുക ലഭിക്കുന്നത് 17-ാം തീയതിയാണ്. ഈ മാസം ഡിസംബർ 17-നാണ് തുക കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിന് എത്തിച്ചേരുക. അതായത് ചൊവ്വാഴ്ച ഡിസംബർ 17-ന്. ക്ഷേമ പെൻഷൻ ഡിസംബർ 17-ന് ശേഷമാണ് വിതരണം ആരംഭിക്കുള്ളൂ. അപ്പോൾ 19-20 ആവുമായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത്. അപ്പോൾ ഇപ്പോൾ 3200 രൂപ നമുക്ക് ഉറപ്പായിരിക്കുകയാണ്. അത് നവംബർ മാസത്തെ ക്ഷേമ പെൻഷനാണ്. ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസമൊക്കെ അപ്പോഴായിട്ടുള്ള ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കളുണ്ടായിരിക്കാം. നിങ്ങൾക്കും ആ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ്. കേന്ദ്രവിഹിതം 300 രൂപ ഒന്നും എത്തിച്ചേർന്നില്ല എന്ന് എനിക്ക് പലരും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുന്നുണ്ട്. അത് നിങ്ങൾ ക്ഷേമ പെൻഷൻ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് കാരണത്താലാണ് 300 രൂപ തൊട്ട് 600 രൂപ വരെ ലഭിക്കാത്തതെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് വിഷയം എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നതാണ്. 1500 രൂപ വരെയും 300 രൂപ വരെയായിട്ടായിരിക്കും കാണിക്കുക. ആ 300 രൂപ നിങ്ങളുടെ ഇതിൽ ട്രാൻസ്ഫർ ആയിട്ടുണ്ടോ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബാങ്കായിട്ട് അന്വേഷിച്ച് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അനന്തരം കണ്ടെത്തിയോന്ന് ഇപ്പോൾ നിലവിൽ ചോദിക്കേണ്ട. അത് നിങ്ങൾ സാധാരണക്കാർ പേടിക്കേണ്ട. സർക്കാർ ഉദ്യോഗസ്ഥർ ഉള്ളവരാണ്, സർക്കാരിൽ തന്നെ ജോലി ചെയ്യുന്നവരാണ് ഈ ക്ഷേമ പെൻഷൻ അർഹതയില്ലാതെ വാങ്ങുന്നത്. അവർക്ക് എതിരെയാണ് നടപടി വരുന്നത്. അതായത് അധ്യാപകർ, ഡെപ്യൂട്ടി ഓഫീസർ, അങ്ങനെയുള്ളവരൊക്കെ. അങ്ങനെ മേടിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ 18% പലിശയോടുകൂടി ക്ഷേമ പെൻഷൻ വാങ്ങിയ തുക തിരിച്ച് അടയ്ക്കുന്നതായിട്ട് വരും. കൂടാതെ ഇവരുടെ ജോലി 6 മാസത്തേക്ക് സസ്പെൻഡിങ്ങിനും ചെയ്തേക്കും. കർശനമായ നടപടിയാണ് ഇവരുടെ പേരിൽ സ്വീകരിക്കാൻ പോകുന്നത് സംസ്ഥാന സർക്കാർ. അപ്പം സാധാരണക്കാരെയൊന്നും ബാധിച്ചിട്ടൊന്നും നിരവധി പേര് എനിക്ക് വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞങ്ങളുടെ പെൻഷൻ നഷ്ടപ്പെടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ആരും പേടിക്കണ്ട. ആരുടെയും സാധാരണക്കാരുടെ ആരും പെൻഷൻ നഷ്ടപ്പെടില്ല. പിന്നെ വലിയ വലിയ ജോലിയുള്ള ആൾക്കാരുടെ മാസ വരുമാനം 1,00,000 മുകളിലുള്ള ജോലിക്കാരുള്ള ആളുടെ ഒക്കെയാണ് പോകുന്നത് പെൻഷൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ അർഹതപ്പെട്ട പെൻഷൻ ഒന്നും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് യാതൊരു കാരണവശാലും ആരും പേടിക്കണ്ട. ഞാനും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വാർത്തകളും എനിക്ക് അപ്പോൾ ലഭിക്കാൻ പറ്റും. ഇപ്പം നിങ്ങളിലേക്ക് ആ വാർത്ത ഞാൻ എത്തിക്കാം. ആരും പേടിക്കുന്നത്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം പേടിച്ചാൽ മതി. എല്ലാവർക്കും ആധാർ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. അതിനായിട്ട് സർക്കാർ പ്രത്യേക യൂണിറ്റിന് തന്നെ പഞ്ചായത്ത് വക തിരിച്ചിട്ടുണ്ട്. അവരാണ് വീടുകളിൽ വന്ന് അന്വേഷിക്കുന്നത്. അപ്പം എന്തായാലും വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ്. അപ്പം ഈ മാസം 3200 തന്നെ എത്തും എന്ന കാര്യം 100% ഉറപ്പാണ്. ചില വീഡിയോയിലൊക്കെ പറഞ്ഞാലും 1600 മാത്രം ഒരു മാസത്തെ ഗഡു മാത്രമാണ് വരുള്ളൂ എന്ന്. പക്ഷെ അതല്ല, ഇപ്പോൾ 2 മാസത്തെ ഗഡു തന്നെ വരും എന്ന് ധനകാര്യ മന്ത്രി കെ എൻ ബാലൻ അറിയിച്ചിരിക്കുകയാണ്. ഇത് ഒഫീഷ്യലായിട്ട് വന്നതാണ്. അപ്പോൾ ഇനി എന്തായാലും ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഡിസംബർ 18 വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക.
അതിനുള്ളിൽ ബാങ്ക് വിതരണം പൂർത്തിയായി ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിച്ചേരും. DBT സെല്ലിൽ ആദ്യം തുക എത്തിച്ചേരണം. അതിന് മാത്രമാണ് ഈ 12-ാം തീയതി. അതിനുകൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തണമെങ്കിൽ ഒരു 3-4 ദിവസം കഴിയണം. ഒരു 23, 22 ആ ഡേറ്റ് ഒക്കെ ആകുമ്പോഴത്തും തുക ഫുള്ളായിട്ട് കൈകളിൽ എത്തും. ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേർന്നതിന് ശേഷം 2 ദിവസത്തിന് ശേഷമായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുക. എന്തായാലും ന്യൂ ഇയറിന് ഇപ്പുറം വിതരണം പൂർത്തിയാവും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ സർക്കാർ അറിയിപ്പുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ്. ഗുഡ് ബൈ. എല്ലാവരും നല്ല നല്ല കമൻറ്റ് ഇടുക. ചിലർ ഞാൻ വെള്ളം അടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ചോദിച്ചിരുന്നത്. ഞാൻ വെള്ളമൊന്നും അടിക്കാറില്ല, അത് എൻ്റെ സൗണ്ട് അങ്ങനെയാണ്, അതുകൊണ്ടാണ്